ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തേത് നമുക്കൊരു കറണ്ട് അഫയേഴ്സ് സെഷൻ ആണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, 2025 ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം ഏതാണ്? ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം 2025 ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ഒഡീഷയാണ്. ഒഡീഷ. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ഏത് തീയതിയിലാണ് അവസാനിക്കുന്നത്? 2025 ജനുവരി 29 വരെ നീണ്ടു നിന്നതാണ് 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം 2025 ജനുവരി 29 വരെയാണ് ഉണ്ടായിരുന്നത്. 2025 ജനുവരി 29 വിക്ഷേപിച്ച ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യ ഉപഗ്രഹമാണ് NVS-02 എന്നത്. ഇത് നാവിഗേഷൻ ഉപഗ്രഹമാണ്, നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് NVS-02 എന്നത്. ഇതിന്റെ ഒന്നാമത്തേത് നാവിഗേഷൻ സിസ്റ്റമായിട്ടുള്ള NVS-01 2023 വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. 2025 ജനുവരി 29 വിക്ഷേപിച്ചത് NVS-02. ഇത് ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ് കേട്ടോ. ISROയുടെ 100ാമത്തെ ദൗത്യം എന്ന് പറയുന്നത് PSLV-C21 ആണ്. C21 ആണ്. അതൊന്ന് മാർക്ക് ചെയ്ത് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. കാരണം ISROയുടെ 100ാമത്തെ ദൗത്യം എന്നത് PSLV-C21 ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ് NVS-02 എന്നത്. ഈ വ്യത്യാസം അറിഞ്ഞിരിക്കണം. അടുത്തത്, പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 1993-2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഡൊമിനിക്കയാണ്. ഡൊമിനിക്ക. പരിസ്ഥിതി സംഘടനയായിട്ടുള്ള ജർമ്മൻ വാച്ച്. ജർമ്മൻ വാച്ച് എന്താണ്? ഒരു പരിസ്ഥിതി സംഘടനയാണ്. 2025 അവരൊരു റിപ്പോർട്ട് പുറത്തുവിട്ടു, ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്. ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പുറത്തുവിട്ടത് ജർമ്മൻ വാച്ചാണ്. ഇതിൽ പ്രകാരം 1993 മുതൽ 2022 വരെയുള്ള കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം എന്നത് ഡൊമിനിക്കയാണ്. ഡൊമിനിക്ക. ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 6ാമതാണ് കേട്ടോ. ഇന്ത്യ 6ാം സ്ഥാനത്താണ് ഉള്ളത്. ഇലോൺ മസ്കിന്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക് 3 എന്നത്. ഗ്രോക്ക് 3. ഇലോൺ മസ്കിന്റെ അതായത് ട്വിറ്ററിന്റെ പേര് XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3 എന്നത്. ഗ്രോക്ക് 3. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? 2025 ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം 2025 ജനുവരി 29 വരെയാണ് നീണ്ടുനിന്നത്. 2025 ജനുവരി 29 വിക്ഷേപിച്ചത് ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ്. അതാണ് NVS-02 എന്നത്. NVS-02 എന്നതൊരു നാവിഗേഷൻ ഉപഗ്രഹമാണ്. അതുപോലെ ISROയുടെ 100ാമത്തെ ദൗത്യം എന്നത് PSLV-C21 ആണ്. പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 1993 മുതൽ 2022 വരെയുള്ള കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഡൊമിനിക്കയും ഇന്ത്യയുടെ സ്ഥാനം 6ാമതുമാണ്. ഇലോൺ മസ്കിന്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക് 3 എന്നത്. ഗ്രോക്ക് 3 എന്താണ് എന്ന രീതിയിലും ചോദിക്കാം. അതൊരു ചാറ്റ് ബോട്ട് ആണെന്ന് അറിഞ്ഞിരിക്കുക. എക്സുമായി ബന്ധപ്പെട്ടതാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ. 2025 ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയത് പങ്കജ് അദ്വാനിയാണ്. സ്നൂക്കർ ആണ് കേട്ടോ. സ്നൂക്കർ. 2025 ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയത് പങ്കജ് അദ്വാനി. പങ്കജ് അദ്വാനി. ഇന്ത്യയിൽ ആദ്യമായി ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാലയാണ് ഡാർജിലിംഗ്. ആ മൃഗശാലയുടെ യഥാർത്ഥ പേരാണ് കൊടുത്തിട്ടുള്ളത് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എന്നത്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. ഓക്കെ. ഡാർജിലിംഗ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഡാർജിലിംഗ്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്.
പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് റിയാദാണ് കേട്ടോ, റിയാദ്. 2027 ഈ ഒരു ഗെയിംസ് നടക്കുന്നത്. റിയാദ് സൗദി അറേബ്യയിൽ വെച്ചാണ് പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസ് നടക്കുന്നത്. 2027. ശുചിത്വ തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിന് ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരംഭിച്ച ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷന്റെ കാലാവധി ഈ അടുത്ത് 3 വർഷത്തേക്ക് കൂടി നീട്ടുകയുണ്ടായി. ഏതാണ് ആ ഒരു കമ്മിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് സഫായി കർമ്മചാരി കമ്മീഷൻ എന്നത്. സഫായി കർമ്മചാരി കമ്മീഷൻ ശുചിത്വ തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിനും ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ആരംഭിച്ച കമ്മീഷനാണ് സഫായി കർമ്മചാരി കമ്മീഷൻ. ആ കമ്മീഷന്റെ കാലാവധിയാണ് 3 വർഷത്തേക്ക് കൂടി നീട്ടിയത്. BBC ഇന്ത്യൻ സ്പോർട്സ് വിമൻ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭക്കർ ആണ്. മനു ഭക്കർ. BBC ഇന്ത്യൻ സ്പോർട്സ് വിമൻ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മനു ഭക്കർ ആണ്. മനു ഭക്കർ. 2025 ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? പങ്കജ് അദ്വാനിയാണ്. പങ്കജ് അദ്വാനി. ഇന്ത്യയിൽ ആദ്യമായി ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഡാർജിലിംഗ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്. പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് റിയാദാണ്, സൗദി അറേബ്യ. ശുചിത്വ തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിനും ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരംഭിച്ച ഏത് കമ്മീഷന്റെ കാലാവധിയാണ് 3 വർഷത്തേക്ക് കൂടി നീട്ടിയത്? സഫായി കർമ്മചാരി കമ്മീഷൻ. BBC ഇന്ത്യൻ സ്പോർട്സ് വിമൻ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മനു ഭക്കർ ആണ്. മനു ഭക്കർ. BBC ഇന്ത്യൻ സ്പോർട്സ് വിമൻ ഓഫ് ദി ഇയർ 2024 മനു ഭക്കർ. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരമാരാണ്? രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരമാണ് മുഹമ്മദ് അസറുദ്ദീൻ. 2025 റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പ്രധാനമന്ത്രിയുടെ ബാനർ നേടിയ NCC ഡയറക്ടറേറ്റ് ഏതാണ്? കർണാടക ഗോവ ഡയറക്ടറേറ്റ് ആണ് കേട്ടോ. കർണാടക ഗോവ ഡയറക്ടറേറ്റ്. 2025 റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പ്രധാനമന്ത്രിയുടെ ബാനർ നേടിയ NCC ഡയറക്ടറേറ്റ് കർണാടക ഗോവ ഡയറക്ടറേറ്റ്. അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യം ഏതാണ്? അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യമാണ് തായ്ലൻഡ്. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത് വി ഗീതയാണ്. വി ഗീത. അടുത്തിടെ ഓപ്പൺ AI അവതരിപ്പിച്ച വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന AI ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ്? ഓപ്പറേറ്റർ എന്നാണ്. ഓപ്പറേറ്റർ. അടുത്തിടെ ഓപ്പൺ AI അവതരിപ്പിച്ച വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന AI ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഓപ്പറേറ്റർ എന്നത്. ഓപ്പറേറ്റർ. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം മുഹമ്മദ് അസറുദ്ദീൻ ആണ്. മുഹമ്മദ് അസറുദ്ദീൻ. 2025 റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പ്രധാനമന്ത്രിയുടെ ബാനർ നേടിയ NCC ഡയറക്ടറേറ്റ് കർണാടക ഗോവ ഡയറക്ടറേറ്റ് ആണ്. അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യമാണ് തായ്ലൻഡ്. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത് വി ഗീതയാണ്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ആക്ടിവിസ്റ്റ് ആണ് കേട്ടോ. അടുത്തിടെ ഓപ്പൺ AI അവതരിപ്പിച്ച വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഓപ്പറേറ്റർ എന്നത്. ഓപ്പറേറ്റർ ഒരു ചാറ്റ് ബോട്ട് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് ഓസ്കാർ അന്തിമ പട്ടികയിൽ ഇടം നേടിയ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിന്റെ പേര്. ഓസ്കാറിന്റെ അന്തിമ പട്ടികയിൽ ഇടം നേടിയ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമാണ് അനൂജ. ഓസ്കാർ അന്തിമ പട്ടികയിൽ ഇടം നേടിയ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് അനൂജ എന്നത്. അനൂജ. 2025 ജനുവരിയിൽ അന്തരിച്ച പുലിസ്റ്റർ പുരസ്കാര ജേതാവും കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ജൂൾസ് ഫൈഫർ എന്നത്. ജൂൾസ്
ഫൈഫർ എന്ന അദ്ദേഹമാണ് 2025 ജനുവരിയിൽ അന്തരിക്കുകയുണ്ടായി. പുലിസ്റ്റർ പുരസ്കാര ജേതാവും കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ജൂൾസ് ഫൈഫർ. അപ്പോൾ ചോദിക്കാം, ജൂൾസ് ഫൈഫർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർട്ടൂണിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമാണ്. ഓക്കെ, പുലിസ്റ്റർ പുരസ്കാര ജേതാവാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വരാനിരിക്കുന്ന ആക്സിയം 4 ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികന്റെ പേര് എന്താണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വരാനിരിക്കുന്ന ആക്സിയം 4 എന്ന ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികന്റെ പേരാണ് ശുഭാൻശു ശുക്ല എന്നത്. ശുഭാൻശു ശുക്ലയാണ് ആക്സിയം 4 ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ, ശുഭാൻശു ശുക്ല. ജനുവരി 25 അന്തരിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ഗ്രെഗ് ബെൽ ഏത് രാജ്യക്കാരനാണ്? ഗ്രെഗ് ബെൽ അമേരിക്കൻ വംശജനാണ്. 2025 അന്തരിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ഗ്രെഗ് ബെൽ ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹം അമേരിക്കക്കാരനാണ്. ഗ്രെഗ് ബെൽ അമേരിക്കൻ വംശജനാണ്. 2025 ജനുവരി 25 അന്തരിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവാണ് ഗ്രെഗ് ബെൽ. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? അമേരിക്കക്കാരനാണ്. ഓസ്കാർ അന്തിമ പട്ടികയിൽ ഇടം നേടിയ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമാണ് അനൂജ. 2025 ജനുവരിയിൽ അന്തരിച്ച പുലിസ്റ്റർ പുരസ്കാര ജേതാവും കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ജൂൾസ് ഫൈഫർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വരാനിരിക്കുന്ന ആക്സിയം 4 ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികന്റെ പേരാണ് ശുഭാൻശു ശുക്ല. ജനുവരി 25 അന്തരിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ഗ്രെഗ് ബെൽ ഏത് രാജ്യക്കാരനാണ്? അമേരിക്ക. ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. രാത്രി 11 മണിക്ക് ശേഷം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട കോടതിയാണ് തെലങ്കാന ഹൈക്കോടതി. രാത്രി 11 മണിക്ക് ശേഷം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതിയാണ് തെലങ്കാന ഹൈക്കോടതി. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ത്രിപുര. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് ത്രിപുര. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഉത്തർപ്രദേശിൻ്റെതാണ് കേട്ടോ. ഉത്തർപ്രദേശ്. ഇവരുടെ ടാബ്ലോ എന്നത് മഹാകുംഭമായിരുന്നു. 2025 മഹാകുംഭമേളയായിരുന്നു. ഇവരുടെ ടാബ്ലോ എന്നത് മഹാകുംഭമായിരുന്നു. 2025 മഹാകുംഭമേളയുടേതായിരുന്നു പ്രദർശനത്തിന് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള ടാബ്ലോ. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോയായി ഉത്തർപ്രദേശിന്റെ ഈ ഒരു കുംഭമേള 2025 തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഉത്തർപ്രദേശാണ് ആൻസർ. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 എവിടെയാണ് നടക്കുന്നത്? അത് തമിഴ്നാട് വെച്ചാണ്. തമിഴ്നാടാണ്. 2025 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. 23ാമതാണ് 2025 പാരാ അത്ലറ്റിക്സിന്റെ വേദി തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. രാത്രി 11 മണിക്ക് ശേഷം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ കൊണ്ടുവന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? തെലങ്കാന ഹൈക്കോടതിയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് ത്രിപുര. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 വേദി തമിഴ്നാടാണ്. തമിഴ്നാട്. അടുത്തത്
ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തന മികവിന് വനം വകുപ്പിന്റെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനത്തിന്റെ മികവിന് വനം വകുപ്പ് നൽകുന്ന വനമിത്ര പുരസ്കാരം ലഭിച്ചത് മാതൃഭൂമിക്കാണ് കേട്ടോ. മാതൃഭൂമി. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് കെ അരവിന്ദാക്ഷനാണ്. കെ അരവിന്ദാക്ഷൻ. 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് കെ അരവിന്ദാക്ഷനാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരനാണ് ആര്? കെ ജയകുമാർ. കെ ജയകുമാർ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ ജയകുമാർ ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ ജയകുമാർ. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? പൂനെയിലാണ്. പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. ഇദ്ദേഹം ഒരു കഥക് കലാകാരനാണ് കേട്ടോ. കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. ഇദ്ദേഹമാണ് കേരള സർക്കാരിന്റെ വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത്. ലോക പയറുവർഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോക പയറുവർഗ ദിനം എന്നാണ് ലോക പയറുവർഗ ദിനം? ഫെബ്രുവരി 10 കേട്ടോ. ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനം വരുന്നത്. പ്രമേയം പൾസസ്, പയറുവർഗ്ഗങ്ങൾ, പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ് എന്നതാണ്. പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ് എന്നതാണ് ലോക പയറുവർഗ ദിനത്തിന്റെ പ്രമേയം വരുന്നത്. ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനം. പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ് എന്നതാണ് പയറുവർഗ ദിനത്തിന്റെ, ലോക പയറുവർഗ ദിനത്തിന്റെ പ്രമേയം. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രവർത്തന മികവിന് വനം വകുപ്പ് നൽകുന്ന വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്കാണ്? മാതൃഭൂമിക്കാണ്. മാതൃഭൂമി. 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് കെ അരവിന്ദാക്ഷനാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ ജയകുമാറുമാണ്. കെ ജയകുമാർ. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് പൂനെയിലാണ്. കേരള സർക്കാരിന്റെ വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥക്കാണ്. കഥക്. ലോക പയറുവർഗ ദിനത്തിന്റെ പ്രമേയം പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ് എന്നതാണ്. അടുത്തത്, AI ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? AI ആക്ഷൻ ഉച്ചകോടി നടന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ. ഇതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയുണ്ടായി. അതുകൂടാതെ ഇതിന്റെ അടുത്ത ഉച്ചകോടി, AI ആക്ഷൻ ഉച്ചകോടിയുടെ അടുത്ത സെക്ഷൻ നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചായിരിക്കും കേട്ടോ. അടുത്തത് ഇന്ത്യയിൽ വെച്ചായിരിക്കും നടക്കുന്നുണ്ടാവുക. രാജ്യത്ത് ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കരയാണ്. രാജ്യത്ത് ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാല. 1985 രസതന്ത്ര നൊബേൽ ജേതാവിനെ നിശ്ചയിക്കാനുള്ള സമിതിയിൽ അംഗമായിരുന്ന ഈയിടെ അന്തരിച്ച ബയോ കെമിസ്റ്റിസ്റ്റിന്റെ പേരാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. ഡോക്ടർ മാധവ ഭട്ടതിരി. അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. അദ്ദേഹം ഒരു പ്രശസ്ത അദ്ദേഹം 1985 രസതന്ത്ര നൊബേൽ ജേതാവിനെ നിശ്ചയിക്കാനുള്ള സമിതിയിൽ അംഗമായിരുന്നു. അടുത്തത് 38ാമത് ദേശീയ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. 38ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസ് ആണ്. 2ാം സ്ഥാനം ആർക്കായിരുന്നു? ഹരിയാനയ്ക്കായിരുന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസും 2ാം സ്ഥാനം ഹരിയാനയ്ക്കുമായിരുന്നു. ഹരിയാന. അടുത്തിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അടുത്തിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂരാണ്. രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടി ഒന്ന് പഠിച്ചിരിക്കുക. മണിപ്പൂരാണ്. എന്തുകൊണ്ടാണ്? ഈ അടുത്തിടെ ആയിട്ടാണ് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ബീരാൻ സിംഗ് രാജിവെച്ചത്. അതിനെ തുടർന്നാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് മണിപ്പൂരിൽ. ഓക്കെ, റിവൈസ് ചെയ്യാം.
AA ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഫ്രാൻസിലാണ്. അടുത്ത AA ആക്ഷൻ ഉച്ചകോടി എവിടെ വെച്ചായിരിക്കും? ഇന്ത്യയിൽ വെച്ചാണ്. രാജ്യത്ത് ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം കേരള കാർഷിക സർവകലാശാലയാണ്. 1985 രസതന്ത്ര നൊബേൽ ജേതാവിനെ നിശ്ചയിക്കാനുള്ള സമിതിയിൽ അംഗമായിരുന്ന പ്രശസ്ത ബയോ കെമിസ്റ്റിസ്റ്റാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. 38ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസ് ആണ്. 2ാം സ്ഥാനം ഹരിയാനയ്ക്കും. അടുത്തിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂരാണ്. മണിപ്പൂർ. അടുത്തത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കയറുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിച്ച രാജ്യം ഏതാണ്? ചെലവ് വർദ്ധിപ്പിച്ച രാജ്യം ഏതാണ്? നേപ്പാളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. കയറുന്നതിനായിട്ടുള്ള ചെലവ് വർദ്ധിപ്പിച്ച രാജ്യം നേപ്പാളാണ്. നേപ്പാൾ. വിർജിൻ കോക്കനട്ടിന് GI ടാഗ് ലഭിച്ച ജില്ല ഏതാണ്? നിക്കോബാർ ജില്ലയാണ് കേട്ടോ. നിക്കോബാർ ജില്ല. വിർജിൻ കോക്കനട്ട് ഓയിലിന് GI ടാഗ് ലഭിച്ച ജില്ല ഏതാണ്? നിക്കോബാർ ജില്ലയാണ്. നിക്കോബാർ ജില്ല. 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ആരാണ്? 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാര ജേതാവ് മലയാളിയായ ജിതിൻ വിജയനാണ്. ജിതിൻ വിജയൻ. മലയാളിയായ ജിതിൻ വിജയൻ. ഏത് രാജ്യത്തിന്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ശുപാർശ മുന്നോട്ട് വെച്ചത്? ബംഗ്ലാദേശ് ആണ് കേട്ടോ. ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശിന്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ഈ അടുത്തിടെയായിട്ട് ശുപാർശ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ബംഗ്ലാദേശാണ് ആൻസർ വരുന്നത്. 2025 പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യൻ ടീമാണ്. ഇന്ത്യ. 2025 പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കയറുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിച്ച രാജ്യം ഏതാണ്? നേപ്പാളാണ്. വിർജിൻ കോക്കനട്ടിന് GI ടാഗ് ലഭിച്ച ജില്ല ഏതാണ്? നിക്കോബാർ ജില്ലയാണ്. നിക്കോബാർ ജില്ല. 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ജിതിൻ വിജയനാണ്. ഏത് രാജ്യത്തിന്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ശുപാർശ മുന്നോട്ട് വെച്ചത്? ബംഗ്ലാദേശാണ്. 2025 പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യൻ ടീമാണ്. ഇന്ത്യയാണ്. ഈയിടെ ടിക്ടോക്ക് നിരോധനം പിൻവലിച്ച രാജ്യം ഏതാണ്? ടിക്ടോക്കിന്റെ നിരോധനം ഒരു സമയത്ത് വാർത്തയായിരുന്നു. ഈ ഒരു ടിക്ടോക്കിന്റെ നിരോധനം പിൻവലിച്ചത് അമേരിക്കയാണ് കേട്ടോ. അമേരിക്ക. ഈയിടെ ടിക്ടോക്ക് നിരോധനം പിൻവലിച്ച രാജ്യം അമേരിക്ക. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. P-75-1 അന്തർവാഹിനി ടെൻഡറിനുള്ള ബിഡ് ഇന്ത്യയിൽ നിന്നുള്ള ഏത് കപ്പൽ നിർമ്മാണ കമ്പനിയാണ് നേടിയത്? P-75-1 അന്തർവാഹിനിയുടെ ടെൻഡറിനായിട്ടുള്ള ബിഡ് എന്താണെന്ന് അറിയാമോ? ബിഡ് ഒരു ഇൻവിറ്റേഷൻ ആണ് കേട്ടോ. ഒരു ഫോർമൽ പ്രോസസ് ആണ്. ബയേഴ്സിൽ നിന്നുള്ള ഇൻവിറ്റേഷൻ ആണ് പ്രധാനമായിട്ട് ഈ ബിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടെൻഡറിനുള്ള ബിഡ്, ടെൻഡർ ബിഡ് എന്ന് കേട്ടിട്ടില്ലേ? ടെൻഡർ ബിഡിംഗ് എന്ന്. ഓക്കെ, ടെൻഡറിനുള്ള ബിഡ് ഇന്ത്യയിൽ നിന്നുള്ള മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ നിന്നാണ് നേടിയത്. ഓക്കെ, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ് P-75-1 അന്തർവാഹിനി ടെൻഡറിനുള്ള ബിഡ് നേടിയത്. ബോംബെ ഹൈക്കോടതിയുടെ 48ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ബോംബെ ഹൈക്കോടതിയുടെ 48ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് അലോക് അരാധെ. ജസ്റ്റിസ് അലോക് അരാധെ. ബോംബെ ഹൈക്കോടതിയുടെ 48ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് അലോക് അരാധെ. 2025 ജനുവരി 20 ഏത് രാജ്യത്താണ് മാർബർഗ് വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്? മാർബർഗ് വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് ടാൻസാനിയയിലാണ്. ടാൻസാനിയ. 2025 ജനുവരി 20 മാർബർഗ് വൈറസ് രോഗം ടാൻസാനിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മാർബർഗ് വൈറസ് രോഗം. ഈയിടെ ടിക്ടോക്ക് നിരോധനം പിൻവലിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ.
P-75 അന്തർവാഹിനി ടെൻഡറിനുള്ള ബിഡ് ഇന്ത്യയിൽ നിന്നുള്ള ഏത് കപ്പൽ നിർമ്മാണ കമ്പനിയാണ് നേടിയത്? മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ്. ബോംബെ ഹൈക്കോടതിയുടെ 48ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് അലോക് അരാധെ. 2025 ജനുവരി 20 ഏത് രാജ്യത്താണ് മാർബർഗ് വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്? ടാൻസാനിയ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേളയാണ് കൊൽക്കത്തയിലെ ബോയ് മേളയിലെ പുസ്തകമേള. കൊൽക്കത്തയിലെ ബോയ് മേളയിലെ പുസ്തകമേളയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള. ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത യുദ്ധക്കള നിരീക്ഷണ സംവിധാനത്തിന്റെ പേര് എന്താണ്? രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം നിർവഹിച്ച യുദ്ധക്കള നിരീക്ഷണ സംവിധാനത്തിന്റെ പേരാണ് സഞ്ജയ്. ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഗ്ലോബൽ ഫയർ പവർ സൂചികയുടെ 2025 ഇന്ത്യയുടെ റാങ്ക് 4ാമതാണ്. 4ാം റാങ്കാണ് ഇന്ത്യക്ക് ഗ്ലോബൽ ഫയർ പവർ സൂചികയിൽ ലഭിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരാണ് കവച് എന്നതാണ്. കവച് അല്ലെങ്കിൽ കവചം. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ് ഈ കവചത്തിന്റെ ഫുൾ ഫോം എന്നത്. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് കവചം. കേരളത്തിന്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. ഓക്കെ. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായതാരാണ്? VM ഗിരിജയാണ്. VM ഗിരിജ 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് VM ഗിരിജയാണ്. 2025 ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേളയാണ് കൊൽക്കത്തയിലെ ബോയ് മേളയിലെ പുസ്തകമേള. കൊൽക്കത്തയാണെന്ന് അറിഞ്ഞിരിക്കുക. കൊൽക്കത്തയിലെ ബോയ് മേളയിലെ പുസ്തകമേളയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള. ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത യുദ്ധക്കള നിരീക്ഷണ സംവിധാനത്തിന്റെ പേരാണ് സഞ്ജയ്. ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 ഇന്ത്യയുടെ റാങ്ക് 4ാം റാങ്കാണ്. കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് VM ഗിരിജയാണ്. VM ഗിരിജ. അടുത്തത്, റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരിശീലനത്തിനിടെ നടത്തിയ മോട്ടോർ സൈക്കിൾ അഭ്യാസത്തിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്തതിന്റെ റെക്കോർഡുകൾ നേടിയ ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘത്തിന്റെ പേരാണ് ഡെയർ ഡെവിൾസ് എന്നത്. ചോദ്യം കുറച്ച് വലുതാണെങ്കിലും എളുപ്പമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരിശീലനത്തിനിടെ നടത്തിയ മോട്ടോർ സൈക്കിൾ അഭ്യാസം കണ്ടിട്ടുണ്ടാവും അല്ലെ? അതിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്തതിന്റെ റെക്കോർഡുകൾ നേടിയ ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘത്തിന്റെ പേരാണ് ഡെയർ ഡെവിൾസ് എന്നത്. 2025 ജനുവരിയിൽ ഡിജിറ്റൽ നയം 2025-27 പ്രഖ്യാപിച്ച ഭരണകൂടം ഏതാണ്? അബുദാബിയാണ് കേട്ടോ. അബുദാബി. ഡിജിറ്റൽ നയം 2025-27 പുറപ്പെടുവിച്ചത് ആരാണ്? ഏത് ഭരണകൂടമാണ്? അബുദാബിയാണ്. തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് നടപ്പിലാക്കുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതിയുടെ പേരാണ് മഹാസുരക്ഷാ ഡ്രൈവ് എന്നത്. തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് നടപ്പിലാക്കുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? മഹാസുരക്ഷാ ഡ്രൈവ്. സമുദ്രാന്തർഭാഗത്ത് മനുഷ്യരെ എത്തിച്ചുകൊണ്ടുള്ള ഗവേഷണ പദ്ധതിയുടെ പേരാണ് സമുദ്രയാൻ. സമുദ്രാന്തർഭാഗത്ത് മനുഷ്യരെ എത്തിച്ചുകൊണ്ടുള്ള ഗവേഷണ പദ്ധതിയുടെ പേരാണ് സമുദ്രയാൻ എന്നത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പരിശീലനത്തിനിടെ നടത്തിയ മോട്ടോർ സൈക്കിൾ അഭ്യാസത്തിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്തു എന്നതിന്റെ റെക്കോർഡുകൾ നേടിയ ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘത്തിന്റെ പേരാണ് ഡെയർ ഡെവിൾസ് എന്നത്. 2025 ജനുവരിയിൽ ഡിജിറ്റൽ നയം 2025-27 പ്രഖ്യാപിച്ച ഭരണകൂടമാണ് അബുദാബി. ഡിജിറ്റൽ നയം 2025-27 അബുദാബി.
തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് നടപ്പിലാക്കുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതിയുടെ പേരാണ് മഹാസുരക്ഷാ ഡ്രൈവ് എന്നത്. മഹാസുരക്ഷാ ഡ്രൈവ്. സമുദ്രാന്തർഭാഗത്ത് മനുഷ്യരെ എത്തിച്ചുകൊണ്ടുള്ള ഗവേഷണ പദ്ധതിയുടെ പേരാണ് സമുദ്രയാൻ. അടുത്തത്, ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മയാണ് ബെയ്ലി കൂട്ടായ്മ. ചൂരൽമല മുണ്ടക്കൈ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് ചോദിക്കുന്നുണ്ട്. ഏത് ജില്ലയാണ്? വയനാട് ജില്ല. ഈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മയാണ് ബെയ്ലി കൂട്ടായ്മ. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28-നാണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28-നാണ്. ശാസ്ത്രദിനത്തിന്റെ പ്രമേയമാണ് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നത്. എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. ഓക്കെ, 2025 ഫെബ്രുവരി 28-ന്റെ പ്രമേയമാണ്. ദേശീയ ശാസ്ത്ര ദിനമാണ് ഫെബ്രുവരി 28. എന്തുകൊണ്ടാണ് ഫെബ്രുവരി 28 ശാസ്ത്ര ദിനമായത് എന്നറിയാമോ? 1928 ഫെബ്രുവരി 28 സർ CV രാമൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കണ്ടുപിടുത്തമായിട്ടുള്ള ഏതാ? രാമൻ എഫക്റ്റ് അല്ലെങ്കിൽ രാമൻ പ്രഭാവം എന്ന് പറയുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത്. അപ്പോൾ ശാസ്ത്ര ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയമാണ് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നത്. ഓക്കെ, അടുത്തത്, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ സഹകരണ വകുപ്പ് നടത്തുന്ന മിന്നൽ പരിശോധനയ്ക്ക് സഹായകമാകുന്ന ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ സഹകരണ വകുപ്പ് മിന്നൽ പരിശോധന നടത്തുന്നത്. അതിന് സഹായകമാകുന്ന ആപ്ലിക്കേഷനാണ് ഓപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻസ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നത്. ഓപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ മിന്നൽ പരിശോധനയ്ക്കായി സഹായിക്കുന്ന മൊബൈൽ ആപ്പാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രിയാണ് ന്യൂഡൽഹി സൈനിക ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ഏതാണ്? ന്യൂഡൽഹി സൈനിക ആശുപത്രിയാണ്. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വനിതകളുടെ കൂട്ടായ്മ, വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മയാണ് ബെയ്ലി കൂട്ടായ്മ. ദേശീയ ശാസ്ത്ര ദിനമെന്നാണ് ഫെബ്രുവരി 28. പ്രമേയം എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ സഹകരണ വകുപ്പ് നടത്തുന്ന മിന്നൽ പരിശോധനയ്ക്ക് സഹായകമാകുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് ഓപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻസ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നത്. ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രിയാണ് ന്യൂഡൽഹി സൈനിക ആശുപത്രി. വന്ദേ ഭാരതിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ആദ്യ ട്രൈബൽ വനിതയാരാണ്? ഋതിക ടിർക്കി. വന്ദേ ഭാരതിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ആദ്യ ട്രൈബൽ വനിതയാണ് ഋതിക ടിർക്കി. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലാൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിനായി ഐസ്ലാൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിനായി ഐസ്ലാൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2025 ജനുവരിയിൽ നാസയുടെ ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായത് ആരാണ്? ജാനറ്റ് പെട്രോയാണ്. 2025 ജനുവരിയിൽ നാസയുടെ ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററായി നിയമിതയായത് ജാനറ്റ് പെട്രോയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം 2040 അപ്രത്യക്ഷമാകാൻ പോകുന്ന യാല ഗ്ലേഷ്യർ ഏത് രാജ്യത്താണ്? യാല ഗ്ലേഷ്യർ സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്.
38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തുന്നതാരാണ്? 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തുന്നത് PS ജീനയാണ്. PS ജീന. 38ാമത് ദേശീയ ഗെയിംസ് ആണ് PS ജീന. ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് ആരാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, റിവൈസ് ചെയ്യാം. വന്ദേ ഭാരതിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ആദ്യ ട്രൈബൽ വനിതയാരാണ്? ഋതിക ടിർക്കിയാണ്. ഋതിക ടിർക്കി. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2025 ജനുവരിയിൽ നാസയുടെ ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററായി നിയമിതയായത് ജാനറ്റ് പെട്രോയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം 2040കളിൽ അപ്രത്യക്ഷമാകാൻ പോകുന്ന യാല ഗ്ലേഷ്യർ ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. നേപ്പാൾ. യാല ഗ്ലേഷ്യർ നേപ്പാളിലാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തുന്നത് PS ജീനയാണ്. PS ജീന. ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ്. 2025 നീതി ആയോഗ് പുറത്തുവിട്ട ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിംഗ് 2022-23 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ. 2025 നീതി ആയോഗ് പുറത്തുവിടുന്ന ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിംഗ് 2022-23 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷ. 2025 ജനുവരിയിൽ ഐറിഷ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? 2025 ജനുവരിയിൽ ഐറിഷ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കിൾ മാർട്ടിനാണ്. മൈക്കിൾ മാർട്ടിൻ. രഞ്ജി ക്രിക്കറ്റിൽ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ്. സച്ചിൻ ബേബി. രഞ്ജി ക്രിക്കറ്റിൽ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? സച്ചിൻ ബേബിയാണ്. 2024 ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ കിരീടം നേടിയത് ആരാണ്? സ്മൃതി മന്ദാനയാണ് കേട്ടോ. സ്മൃതി മന്ദാനയാണ് 2024 ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി കിരീടം നേടിയത് സ്മൃതി മന്ദാന. യൂണിഫോം സിവിൽ കോഡ് UCC സ്വീകരിച്ച് 2025 ജനുവരി 27 ചരിത്രം സൃഷ്ടിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. UCC യൂണിഫോം സിവിൽ കോഡ് സ്വീകരിച്ച് 2025 ജനുവരി 27 ചരിത്രം സൃഷ്ടിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. 2025 ഫെബ്രുവരി 1 പാർലമെന്റിൽ 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ആരാണ് അവതരിപ്പിച്ചത്? ധനമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ. 2025 പാർലമെന്റിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. എന്നാണ് അവതരിപ്പിച്ചത്? ഫെബ്രുവരി 1 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റാണ് അവതരിപ്പിച്ചത്. ധനമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് അവതരിപ്പിച്ചത്. ഓക്കെ. 2025 നീതി ആയോഗ് പുറത്തുവിട്ട ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിംഗ് 2022-23 ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഒഡീഷയാണ്. 2025 ജനുവരിയിൽ ഐറിഷ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കിൾ മാർട്ടിനാണ്. രഞ്ജി ക്രിക്കറ്റിൽ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ്. 2024 ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി കിരീടം നേടിയത് സ്മൃതി മന്ദാന. യൂണിഫോം സിവിൽ കോഡ് സ്വീകരിച്ച് ചരിത്രം സൃഷ്ടിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. 2025 ഫെബ്രുവരി 1 പാർലമെന്റിൽ 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചു. അവതരിപ്പിച്ചത് ആരാണ്? ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ. ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്ററിന്റെ ഡയറക്ടറായി ആരെയാണ് നിയമിച്ചത്? നിയമിതനായത് M മോഹനാണ്. M മോഹൻ. ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്ററിന്റെ ഡയറക്ടർ ആരാണ്? M മോഹനാണ്. M മോഹൻ. 31 വെറ്റ്ലാൻഡ് അംഗീകൃത നഗരങ്ങളുടെ ലോക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ 2 നഗരങ്ങൾ ഏതാണ്? ഇൻഡോറും ഉദയ്പൂരുമാണ് കേട്ടോ. ഇൻഡോറും ഉദയ്പൂരും.
31 വെറ്റ്ലൻഡ് അംഗീകൃത നഗരങ്ങളുടെ ലോക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ 2 നഗരങ്ങളാണ് ഏതൊക്കെ? ഇൻഡോറും ഉദയ്പൂരും. ബെലാറസിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചത്? ബെലാറസിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അലക്സാണ്ടർ ലുക്കാഷെങ്കോയാണ്. അലക്സാണ്ടർ ലുക്കാഷെങ്കോ. അടുത്തിടെ ഗ്രാമക്കോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം ഏതാണ്? നിയോജക മണ്ഡലം, ഗ്രാമക്കോടതി ആരംഭിച്ച നിയോജക മണ്ഡലമാണ് ചോദിച്ചത്. വാമനപുരമാണ് കേട്ടോ, വാമനപുരം. 2025 ജനുവരിയിൽ ഗില്ലെയിൻ ബാരെ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഗില്ലെയിൻ ബാരെ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതി. ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് വി ദി പീപ്പിൾ എന്നത്. വി ദി പീപ്പിൾ. റിവൈസ് ചെയ്യാം. ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടറായി ആരെയാണ് നിയമിച്ചത്? എം മോഹൻ. 31 വെറ്റ്ലൻഡ് അംഗീകൃത നഗരങ്ങളുടെ ലോക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ 2 നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂരും. ബെലാറസിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അലക്സാണ്ടർ ലുക്കാഷെങ്കോയാണ്. അടുത്തിടെ ഗ്രാമക്കോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലമാണ് വാമനപുരം. 2025 ജനുവരിയിൽ ഗില്ലെയിൻ ബാരെ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയാണ്. ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തുന്ന തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് വി ദി പീപ്പിൾ എന്നത്. വി ദി പീപ്പിൾ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ്. കുറച്ചധികം ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ഓർത്തിരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.